ാണ് അതുപോലെ തന്നെ യൂട്യൂബിലും ലൈവായി ഈ പരിപാടി സംപ്രേഷണം ചെയ്യുന്നുണ്ട്. കൈറ്റ് വിക്ടേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായും പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതേ സംശയങ്ങൾ അധ്യാപകരുമായി ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യുന്നത്. മോഡൽ എക്സാം എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഒരു പാറ്റേൺ ലാസ്റ്റ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട്? എല്ലാ കുട്ടികൾക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഈ തത്സമയ ഫോണിംഗ് പരിപാടി നമ്മൾ കഴിഞ്ഞ മോഡൽ പരീക്ഷയിൽ നിങ്ങൾ +2 ചരിത്ര പരീക്ഷ എഴുതി കഴിഞ്ഞു. അതിനുശേഷം ആ പരീക്ഷയെ വരുന്ന രണ്ടാമത്തെ ഗംഭീരമായിട്ടുള്ള പാഠഭാഗം തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് കിങ്ഷിപ്പ്, കോസ്റ്റ് ആൻഡ് ക്ലാസ്, ബന്ധുത്വം, ജാതി, വർഗം എന്ന വളരെ നിർണായകമായിട്ടുള്ള രണ്ട് ചോദ്യങ്ങൾക്കാണ് ഉത്തരം എഴുതേണ്ടിയിരുന്നത്. അതെ അതെ 4 മാർക്കിന്റെ 5 ചോദ്യങ്ങൾ തന്നിരുന്നു. എത്ര ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം? 4 മാർക്കിന്റെ ഏകദേശം ഒരെണ്ണം നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അതെ 4 മാർക്കിന്റെ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. 5 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യും. 16 മാർക്ക്. 5 മാർക്കിന്റെ 3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 2 എണ്ണം എഴുതുക. 10 മാർക്ക്. അങ്ങനെ തന്നെ ടോട്ടൽ 48 മാർക്ക്. പിന്നെ വരുന്നത് എസ് ഐ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ പതിവ് രീതി തന്നെയാണ് ആവർത്തിക്കുന്നത്. അതായത് 3 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 2 എണ്ണം നമ്മൾ എഴുതണം. അത് നിർബന്ധമായിട്ടും എഴുതുക. അതിന് ഓരോ ക്വസ്റ്റ്യനും 8 മാർക്കാണ്. അതിൽ നമുക്ക് സ്കോറിംഗ് നടക്കും. നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ മൗലികതയോ സർഗാത്മകതയോ ഇത്തിരി എഴുതി. ബ്രിക്സ്, ബീഡ്സ് ആൻഡ് ബോൺസ് ആണ്. അത് എന്തിനെ കുറിച്ചുള്ളതാണ്? ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ്. വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററുകളിൽ ഒന്ന് തന്നെയാണ്. ഇവിടെ നമ്മൾ എസ് എ പ്രതീക്ഷിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ ഹാരപ്പൻ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടെടുക്കപ്പെട്ട ആദ്യത്തെ സ്ഥലം ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലുണ്ടാവണം. യെസ്, അത് ഹാരപ്പയാണ്. അതെ, ഹരപ്പ കണ്ടെത്തിയത് ദയാറാം സാഹിനിയാണ്. 1921. അതെ. രണ്ടാമത്തെ സ്ഥലം എന്ന് പറയപ്പെടുന്നത് മോഹൻജദാരോ. മോഹൻജദാരോക്ക് മറ്റൊരു പേരും കൂടിയുണ്ടല്ലോ. മോഹൻജദാരോ മീൻസ് മൗണ്ട് ഓഫ് ദ ഡെഡ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. നമസ്കാരം. +2 ചരിത്ര പാഠപുസ്തകത്തിലെ ആദ്യത്തെ 4 പ്രമേയങ്ങളിലേക്കുള്ള ഒരു സഞ്ചാരമാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് 4 പാഠങ്ങളാണ്. ഒന്നാമത്തെ പാഠം ബ്രിക്സ്, ബീഡ്സ് ആൻഡ് ബോൺസ്. രണ്ടാമത്തെ പാഠം കിങ്സ്, ഫാർമേഴ്സ് ആൻഡ് ടൗൺസ്. 3 കിങ്ഷിപ്പ്, കാസ്റ്റ് ആൻഡ് ക്ലാസ്. 4ാമത്തെ പാഠം തിങ്കേഴ്സ്, ബിലീഫ്സ് ആൻഡ് ബിൽഡിങ്സ്. നമ്മൾ ഈ 4 പാഠങ്ങളെക്കുറിച്ചും അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളെക്കുറിച്ചും നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നമുക്ക് ഒന്നാമത്തെ പാഠത്തിലേക്ക് കടന്നതില്ല. ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായും പറയുന്നത് ബ്രിക്സ്, ബീഡ്സ് ആൻഡ് ബോൺസ് എന്ന പാഠഭാഗത്തിലാണ്. ഈ പാഠഭാഗം ഇൻഡസ് വാലി സിവിലൈസേഷനെ സംബന്ധിച്ചുള്ളതാണ്. ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ മറ്റൊരു പേരാണ് ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഇതിന് കാലഘട്ടം എന്ന് പറയുന്നത് 3500-1500 BC കാലഘട്ടത്തിലാണ് ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ നിലനിന്നിരുന്നത്. അതുപോലെ തന്നെ ഈ ഇൻഡസ് വാലി സിവിലൈസേഷന് 3 ഫേസസ് ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ്. പ്രീ ഹാരപ്പൻ, മെച്ചർ ഹാരപ്പൻ, ലേറ്റ് ഹാരപ്പൻ. ഈ സംസ്കാരം ഒരു വെങ്കല യുഗ സംസ്കാരമായിരുന്നു. ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ആയിരുന്നു. ഈ സംസ്കാരത്തിൻ്റെ കണ്ടെത്തലുകളുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ പേര് ചാൾസ് മേസൺ എന്ന് പറയപ്പെടുന്ന ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം 1826 ഹാരപ്പ എന്ന പ്രദേശം സന്ദർശിച്ചത്. അതിനുശേഷം ഇതിനെക്കുറിച്ച് ഒരു പഠനം നടത്തിയത് ASI എന്നുള്ള വാക്ക് നിങ്ങൾ ഓർക്കുക വെക്കണം. അത് വൺ വേർഡായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. എന്നാണ്. ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് സ്തൂപ എന്ന് പറയപ്പെടുന്ന ആ ഒരു നിർമ്മിതിയുടെ വരവ് നമ്മൾ കാണിക്കേണ്ടത്. പ്രധാനമായും ബുദ്ധൻ്റെ ശരീരാവശിഷ്ടങ്ങളോ ബുദ്ധൻ ഉപയോഗിച്ച വസ്തുക്കളോ അടക്കം ചെയ്തിട്ടുള്ള ഭാഗത്ത് അവിടെ നിന്ന് നിർമ്മിച്ചിട്ടുള്ള ഒരു മണ്ഡപത്തെയും ഒരു നിർമ്മാണത്തെയുമാണ് നമ്മൾ സ്തൂപാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത്തരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്തൂപങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഈ പാഠഭാഗത്തിലുണ്ട്. ഒന്ന് ഏതാണ്? സാഞ്ചി സ്തൂപ മധ്യപ്രദേശിലെ ഭോപ്പാലിനടുത്തുള്ള ഖാനാഖേര കുന്നിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന സാഞ്ചി സ്തൂപയും മറ്റൊന്ന് അമരാവതി സ്തൂപയുമാണ്. ഈ സ്തൂപങ്ങളുടെ നിർമ്മാണത്തിൽ പ്രധാനപ്പെട്ട അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു മൺമേടാണ് ഈ സ്തൂപം എന്ന് പറയപ്പെടുന്നത്. അതിൻ്റെ ആ അർദ്ധവൃത്താകൃതിയിലുള്ള മൺമേടിനെ അറിയപ്പെടുന്ന പ്രധാന നിർമ്മിതി അറിയപ്പെടുന്നത് അണ്ട എന്ന പേരിലാണ്. അതിൻ്റെ മുകളിൽ ഒരു കോവിൻ്റെ രൂപത്തിലുള്ള ഒരു പ്രദേശമുണ്ട്. അതിനെ അറിയപ്പെടുന്നത് ഹർമിക എന്ന പേരിലാണ്. അതിൻ്റെ മുകളിൽ ഒരു കുടിമരത്തിൻ്റെ രൂപത്തിലുള്ള ഒരു നിർമ്മിതിയുണ്ട്. അതിനെ അറിയപ്പെടുന്നത് യഷ്ടി എന്ന പേരില. പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് സ്തൂപത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഘടന. നമ്മൾ ഈ 4 പാഠഭാഗങ്ങളിലൂടെയും ഭംഗിയായി കടന്നുപോയിട്ടുണ്ട്. ഒരുപക്ഷെ ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ ആത്മവിശ്വാസത്തോട് പരീക്ഷ എഴുതാൻ തക്കവത്തിലേക്കുള്ള ഒരു പിൻബലം ഈ വിശകലനത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന പരീക്ഷയിൽ ആത്മവിശ്വാസത്തോടു കൂടി ചരിത്രത്തിനെ മുറുകെ പിടിച്ച് നിങ്ങൾ പരീക്ഷാ ടേബിളിലേക്ക് പോവുക. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ തക്കവത്തിലേക്കുള്ള പ്രജ്ഞയും ധീരതയും നിങ്ങൾ പ്രകടിപ്പിക്കുന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിന്റെ പിൻബലത്തിൽ നന്ദി, നമസ്കാരം. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.
JRF ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. അധ്യാപന മേഖലയിലും റിസർച്ചിലുമൊക്കെ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് നിശ്ചയമായും അറിഞ്ഞിരിക്കേണ്ട ഒരു പരീക്ഷയാണ് JRF. JRFനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. നമസ്കാരം. ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ജോലികളുടെ കൂട്ടത്തിൽ ഒന്ന് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായും നമുക്ക് ഉത്തരം പറയാൻ കഴിയും. അത് അധ്യാപനത്വമാണ്. അധ്യാപനം എന്ന് പറയുമ്പോൾ പ്രീ പ്രൈമറി ലെവൽ മുതൽ അങ്ങ് യൂണിവേഴ്സിറ്റി തലം വരെയുള്ള ഇടങ്ങളുണ്ട്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരു യാത്രയിൽ നമ്മൾ സ്വപ്നം കാണുകയാണെങ്കിൽ നമ്മൾ ഒരു കോളേജ് ലെക്ചറായിട്ടോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ പേരിനോടൊപ്പം തന്നെ ഡോക്ടർ എന്നുള്ള പേര് എഴുതി ചേർക്കപ്പെടുന്ന മനോഹര നിമിഷങ്ങളുമൊക്കെ സമ്മാനിക്കുന്ന ഒരു യോഗ്യതാ പരീക്ഷയെക്കുറിച്ചും അതിൻ്റെ അനുബന്ധ വിവരങ്ങളെക്കുറിച്ചുമാണ്. മറ്റൊന്നുമല്ല JRF, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. JRF എന്ന പരീക്ഷയാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് എങ്കിൽ തന്നെയും അതിനോടനുബന്ധിച്ച് തന്നെ ബോട്ടണി, സസ്യശാസ്ത്രം രസകരമായ ഒരു പഠന മേഖലയാണ്. സസ്യശാസ്ത്ര മേഖലയിലെ കോഴ്സുകളും അത് നൽകുന്ന തൊഴിൽ അവസരങ്ങളും മനസ്സിലാക്കാം. Botany is a scientific study of plants. Botany is the most important scientific subject in life science. There are many options for research and job in native land and foreign land for botany. നമ്മൾ ബോട്ടണി ഐച്ഛിക വിഷയമായിട്ട് എടുത്തുകൊണ്ട് നമ്മൾ പഠിക്കുകയും ഒരു ബിരുദവും ബിരുദാനന്തര ബിരുദവും സ്വന്തമാക്കുകയും ചെയ്തതിന് ശേഷം നമ്മൾ ഏതൊക്കെ തൊഴിൽ മേഖലയിലേക്കാണ് നമ്മൾ തിരിയേണ്ടത്, എവിടെയൊക്കെയാണ് നമുക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്, ഇതൊക്കെയാണ് നമ്മൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുതകൾ. ജോസഫ് ആക്സ്റ്റൺ, എ ഫേമസ് ബോട്ടണിസ്റ്റ്, once said, "Botany, the science of vegetable kingdom, is one of the most attractive, most useful and extensive departments of human knowledge." ബോട്ടണി ബിരുദധാരികൾക്ക് ധാരാളം കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. Career in botany in India offers a wide range of opportunities in public sectors like the Botanical Survey of India, the National Institute of Oceanography, Indian Agriculture Research Institute, Indian Council of Forestry Research and Education. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ വലിയ ജോലി സാധ്യതകൾ ബോട്ടണി വിദ്യാർത്ഥികളെ തേടിയിരിക്കുന്നു. നമുക്ക് നോക്കാം ഇതിലെ ഡിഗ്രി ഏതൊക്കെയാണെന്ന്. Some important bachelor degree courses: BSc Botany, BSc Plant Biology, BSc Plant Biotechnology. അതേപോലെ തന്നെ some important master degree courses: Master of Philosophy in Botany, Master of Philosophy in Life Science, doctorate degree courses, PhD in Botany, PhD in Life Science. More higher studies PG programs: MSc Botany, Applied Botany, Botany and Forestry, Herbal Science, Cytology, Genetics, Plant Morphology, Plant Biology, Plant Biotechnology, Life Science, Medical Botany, Plant Biodiversity, Plant Tissue Culture, Plant Taxonomy, Plant Ecology, Forestry, Agronomy. ഇങ്ങനെ നിരവധി മേഖലകളിൽ BSc അനുബന്ധ PG കോഴ്സുകൾ ഒരു BSc വിദ്യാർത്ഥിക്ക് ലഭ്യമാണ്. BSc ബോട്ടണിയും അനുബന്ധ കോഴ്സുകളും ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കേരളത്തിന് അതിന് അനുയോജ്യമായിട്ടുള്ള സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. MSc കോഴ്സസ് അവൈലബിൾ ഇൻ കേരള യൂണിവേഴ്സിറ്റിയിൽ ജെനറ്റിക്സ് ആൻഡ് പ്ലാന്റ് ബ്രീഡിങ്ങിലും എൻവോൺമെൻറ്റൽ സയൻസിലും ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനിലും PG കോഴ്സുകൾ ലഭ്യമാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ മൈക്രോബയോളജിയിലും ബയോടെക്നോളജിയിലും MG യൂണിവേഴ്സിറ്റിയിൽ മൈക്രോബയോളജി ബയോടെക്നോളജി വിജ്ഞാപനം ആരംഭിക്കുകയും ഒടുവിൽ സെപ്റ്റംബർ മാസത്തോടുകൂടി അഡ്മിഷൻ പ്രോസസ്സ് പൂർത്തീകരിക്കപ്പെടുകയും ചെയ്ത ഒരു ഘടനയാണ് ഇതിനുള്ളത്. നമുക്ക് നോക്കാം ദ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. എന്ത് എലിജിബിലിറ്റി ഉണ്ടെങ്കിലാണ് ഈ കോഴ്സിലേക്ക് നമുക്ക് പഠിക്കുവാൻ പോകാൻ കഴിയുന്നത്? പലപ്പോഴും കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത തരത്തിലുള്ള ക്രൈറ്റീരിയ നിലവിലുണ്ട്. എന്നിരുന്നാൽ തന്നെയും പൊതുവായിട്ടുള്ള അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ക്രൈറ്റീരിയ എന്താണെന്ന് നമുക്ക് നോക്കാം. Candidates must have passed 12th from a recognized board with a minimum of 45% marks. അതോടൊപ്പം തന്നെ കാൻഡിഡേറ്റ് ബിലോങ് ടു റിസർവ്ഡ് കാറ്റഗറി. നമുക്ക് ഇത്തരത്തിലുള്ള കോഴ്സുകൾ നമുക്ക് സമ്മാനിതമാകുന്നത് എന്നുള്ളതും മനസ്സിലാക്കി വെക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഏത് കോഴ്സ് ചെയ്യുമ്പോഴും പഠിക്കുന്ന സ്ഥാപനം ഏത് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്.
നിങ്ങൾ ആക്ടിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഡിഗ്രി തലത്തിലോ PG തലത്തിലോ പഠിക്കാൻ പോവുകയാണെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടേണ്ട ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടണം. ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ പൂനെ, സത്യജിത് റായ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്ത, വിസ്ലിംഗ് വുഡ്സ് ഇന്റർനാഷണൽ മുംബൈ, ഏഷ്യൻ അക്കാഡമി ടു ഫിലിം ആൻഡ് ടെലിവിഷൻ നോയിഡ, LV പ്രസാദ് ഫിലിം ആൻഡ് TV അക്കാഡമി ചെന്നൈ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഹമ്മദാബാദ്, അഡയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെന്നൈ, KR നാരായൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം. In short, acting is highly rewarding career that not only allows one to explore his or her different emotional sides, but also provide excellent remunerations and benefits, the glitz, glamour and celebrity status that acting offers. Acting is a kind of performing art. More than that, it is a talent. To enhance that talent and to fulfill your dream career options, acting.